വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ. ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. SSLC ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റിൽ അവസാന ചാപ്റ്റർ ബ്ലോയിങ് ഇൻ ദ വിൻഡ്സ് ബൈ ബോബ് ഡിലൻ. ബോബ് ഡിലൻ എഴുതിയ മനോഹരമായ അമേരിക്കൻ സിവിൽ റൈറ്റ് മൂവ്മെന്റിന്റെ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയ ഒരു വിപ്ലവ ഗാനമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ആരാണ് ബോബ് ഡിലൻ? നമുക്ക് നോക്കാം ബോബ് ഡിലനെ കുറിച്ച്. ബോബ് ഡിലൻ born on May 24th, 1941, is an American singer, songwriter, artist, and also a writer. His early songs, such as Blowing in the Wind and The Times They Are Changing, become the anthem for American civil rights movements and anti-war movements. His mid-1960s recording, backed by rock musicians, climbed the heights of United States music chairs. He won Nobel Prize in Literature for his contribution to music in 2016. സാഹിത്യത്തിന് 2016 സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് ജേതാവ് കൂടിയാണ് ബോബ് ഡിലൻ. അമേരിക്കൻ പൗരാവകാശ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടുള്ള, കൂടാതെ നിരായുധീകരണത്തിനെയും ആൻറ്റി വാർ മൂവ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു പോയമാണ് നമ്മൾ പഠിക്കുന്ന ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ഈ സോങ്ങിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നോക്കാം. ബ്ലോയിങ് ഇൻ ദ വിൻഡ് is Bob Dylan's first single of his second studio album, The Free Violin. It was one of his earliest songs related to American civil rights movements in 1960s. And this song was released in 1963 and played in the movie Forrest Gump by a character named Jenny. The Free Violin എന്ന് പറയുന്ന ആൽബത്തിലാണ് ബ്ലോവിങ് ഇൻ ദ വിൻഡ് എന്നുള്ള ഈ കവിത ആദ്യമായി വന്നിരിക്കുന്നത്. അമേരിക്കൻ സിവിൽ റൈറ്റ് മൂവ്മെന്റ് 1960കളിലെ അമേരിക്കൻ പൗരാവകാശ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട് കറുത്തവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട ഒരു കവിതയാണ്. 1963 ഈ കവിത റിലീസ് ചെയ്യപ്പെടുകയും ഫോറസ്റ്റ് ഗംപ് എന്നറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയിൽ, സാധാരണ രീതിയിൽ HBO അതുപോലെ സ്റ്റാർ മൂവീസിലൊക്കെ, മൂവീസ് നൗ ചാനലിലൊക്കെ സാധാരണ കാണിക്കാറുള്ളൊരു സിനിമയാണ് ഫോറസ്റ്റ് ഗംപ്, ഒരു സോൾജിയറുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയിട്ട്. അതിൽ ജെന്നി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ബേസിക് ആയിട്ട് ഈ കവിതാ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പോയത്തിന്റെ തീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, വാട്ട് വാസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ സോങ്? There have been many interpretations the verses. The theme of the song is the world, peace, freedom and war. പല രീതിയിൽ കവിതയെ ഇന്റർപ്രിറ്റേറ്റ് ചെയ്യാവുന്നതാണ്, വ്യാഖ്യാനിക്കാവുന്നതാണ്. എങ്കിലും ബേസിക് ആയിട്ട് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഇതിന്റെ തീം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, സമാധാനം, യുദ്ധം എന്ന വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. Dylan was totally against the act of violence in the government, and this song exposed all types of injustice which go unnoticed like the wind. കാറ്റിനെ പോലെ നമ്മൾ ശ്രദ്ധിക്കാതെ ഈ ലോകത്ത് നിലനിൽക്കുന്ന പല രീതിയിലുള്ള, പല തരത്തിലുള്ള അനീതികളെ കൂടിയാണ് ഈ കവിത സൂചിപ്പിക്കുന്നത്. And this song exposes all types of injustice. The answer of that problem are in front of us. ഈ പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ അതെല്ലാം നമ്മുടെ മുൻപിലുണ്ട്, നമുക്കറിയാവുന്നതാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. Many of these problems are unnecessary, do not benefit mankind in any ways. The song is both inspirational and optimistic
വിത്ത് ദ മെസ്സേജ് ഓഫ് പീസ് ആൻഡ് ഫ്രീഡം. ശുഭാപ്തി വിശ്വാസത്തോടു കൂടി വളരെ പ്രചോദനം ഉൾക്കൊള്ളുന്ന രീതിയിൽ സമാധാനത്തിനെയും സ്വാതന്ത്ര്യത്തിനെയും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ കവിത അദ്ദേഹം നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ കവിതയുടെ ടെക്നിക്കൽ ഡിവൈസുകളെ കുറിച്ച് പറഞ്ഞാൽ, പോയറ്റിക് ഡിവൈസുകളെ കുറിച്ച് പറഞ്ഞാൽ, ധാരാളം പോയറ്റിക് ഡിവൈസുകളാൽ സമ്പുഷ്ടമാണ് ഈ കവിത. റിട്ടോറിക് ക്വസ്റ്റ്യൻസ്, അലിട്രേഷൻസ്, അസൊനൻസ്, മെറ്റഫർ, അനാഫോറ, റഫ്രെയിൻ, വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഇമേജുകൾ, ഇങ്ങനെ ധാരാളം പോയറ്റിക് ഡിവൈസുകളാൽ സമ്പുഷ്ടമാണ് ഈ കവിത. ഇതൊരു ലിറിക്കൽ പോയം ആയതുകൊണ്ട് വളരെ താളത്തിൽ ഈണത്തോടു കൂടി ഇതിനെ ചൊല്ലാൻ സാധിക്കുന്നതാണ്. യൂട്യൂബിൽ നിങ്ങൾക്ക് ഈ കവിത മനോഹരമായി ചൊല്ലുന്നത് കേൾക്കാവുന്നതാണ്. ബോബ് ഡിലന്റെ സ്വരത്തിൽ തന്നെ നമുക്കത് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. 3 സ്റ്റാൻസകളായി വേർതിരിച്ചിരിക്കുന്ന ഈ കവിതയിൽ ഇതിൻ്റെ റൈമിംഗ് സ്കീം AB, CB, DB എന്നായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. ഫസ്റ്റ് ലൈനിലേക്ക് നോക്കാം. ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ ബിഫോർ യു കോൾ ഹിം എ മാൻ? ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ ബിഫോർ യു കോൾ ഹിം എ മാൻ? ഈ വരിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റോഡ് എന്നുള്ള ഒരു മെറ്റഫറും മാൻ എന്നുള്ള ഒരു സിംബലും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ ലൈൻ, ദ ആർട്ടിസ്റ്റ് ക്വസ്റ്റ്യൻ അബൌട്ട് ദ ലൈഫ് എക്സ്പീരിയൻസ് ഓഫ് എ പേഴ്സൺ. ഹൗ മെനി ഇയേഴ്സ് ഓഫ് എ ബോയ് വാസ് വെയിറ്റഡ് ടു ബിക്കം ഗ്രോൺ അപ്പ്? The lines also refer the civil rights march in South America during 1960s. How many steps must be taken the blacks to get equal rights in America? എത്ര ജീവിതാനുഭവങ്ങൾ നേടിയിട്ടുണ്ടാവണം ഒരു കുട്ടി വളർന്ന് എന്തായി മാറണമെങ്കിൽ, ബിക്കം എ മാൻ, ഒരു മുതിർന്ന വ്യക്തിയായി മാറണമെങ്കിൽ. ദ റോഡ് എന്ന് പറയുന്നതാണ്, റോഡ് ആസ് എ മെറ്റഫർ ടു ഇൻഡിക്കേറ്റിംഗ് ദ ലൈഫ് എക്സ്പീരിയൻസ്, ജീവിതാനുഭവങ്ങളെ സൂചിപ്പിക്കുന്ന മെറ്റഫറായിട്ടാണ് റോഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ആൾസോ ദ കമ്മിങ് ഏജ് ഓർ ഹോപ്സ്, വരാനിരിക്കുന്ന കാലഘട്ടത്തെ അല്ലെങ്കിൽ പ്രതീക്ഷകളെ സൂചിപ്പിക്കുന്നത് കൂടിയാണ് റോഡുകൾ എന്ന് പറഞ്ഞാൽ. ബിഫോർ യു കോൾ ഹിം എ മാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാൻ ഈസ് ദ സിംബൽ ഓഫ് ഫ്രീഡം. മാൻ എന്നുള്ളത് സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകം കൂടിയാണ്. അപ്പൊ എത്ര അനുഭവങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയിട്ട് വേണം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടാൻ. ഈ രാജ്യത്തെ സൗത്ത് അമേരിക്കയിലെ കറുത്ത വർഗക്കാരുടെ എത്ര കാലം ജീവിതാനുഭവങ്ങളിലൂടെ വേണം ഞങ്ങൾക്ക് ഒരു മാനായി മാറാൻ, അതായത് ഞങ്ങൾക്ക് എന്തായി മാറാൻ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളൊരു മനുഷ്യനായി മാറാൻ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു കുട്ടി എത്ര ജീവിത പാതയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ അവനൊരു മുതിർന്ന വ്യക്തിയായി മാറാൻ സാധിക്കുകയുള്ളൂ. ലൈൻസ്. ഹൗ മെനി സീസ് മസ്റ്റ് ഹാവ് എ വൈറ്റ് ഡോവ് sail before she sleeps in the sand? How many seas must a white dove sail before she sleeps in the sand? To achieve peace and safety of the people, especially Black Americans, will have take a long time. Delaney uses this as a metaphor for the life, asking how much one must accomplish before they become content with having done enough, being able to finally rest. The word dove denotes peace, unity, or harmony.
It is also a religious allusion. That is two white doves flying from Noah's ark across the flooded earth to see if there any place in the world land and rest. The same religious stories can be seen Vishnu Purana and Islamic history. So also I mentioned the story of God Vishnu in Matsya Avatar in Satyug. Similar incident, flood, happened during the time of Prophet Noah. സമാധാനം പുനഃസ്ഥാപിക്കാൻ അതുപോലെ സുരക്ഷിതത്വം നേടാൻ വേണ്ടി അമേരിക്കയിലെ കറുത്ത വർഗക്കാർ എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നു, എത്ര കാലം അവർക്ക് പോരാടേണ്ടി വന്നു. അപ്പം അത് അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഡിലെയ്ൻ തോമസ് ഇവിടെ അത്തരത്തിലൊരു പ്രയോഗം നടത്തിയത്. ഒരു മെറ്റഫർ ഇവിടെ ഉപയോഗിച്ച് അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഫോർ ലൈഫ് ആസ്കിങ് ഹൗ മച്ച് വൺ മസ്റ്റ് അക്കംപ്ലിഷ് ബിഫോർ ഹി ദേ ബിക്കം കണ്ടന്റ് വിത്ത് ഹാവിങ് ഡൺ ഇനഫ്. എത്രത്തോളം പ്രയത്നിക്കേണ്ടി വരും ഒരു വ്യക്തിക്ക് സുരക്ഷിതത്വമുള്ള സമാധാനമുള്ള ഒരു ജീവിതം നയിക്കണമെങ്കിൽ എന്നാണ്. വൈറ്റ് ഡോവ് എന്നുള്ളത് ഇവിടെ ഒരു സിമ്പലാണ്. വൈറ്റ് ഡോവ് എന്നുള്ളത് പ്രതീകമാണ്. എന്തിൻ്റെ? പീസ്, സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെയൊക്കെ ചിഹ്നത്തിൽ നമ്മൾ കാണുന്നതാണ്. അതുപോലെ യൂണിറ്റിയെ, ഐക്യത്തെ, ഹാർമണിയൊക്കെ സൂചിപ്പിക്കുന്നതാണ് വൈറ്റ് ഡോവ് എന്നുള്ള സിമ്പിള്. മറ്റൊരു വസ്തുത, ഇതിന് റിലീജിയസ് ആയിട്ട് മതപരമായിട്ടുള്ള ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. നോഹ ആർക്കുമായി ബന്ധപ്പെട്ട് ലോകം പ്രളയത്താൽ, ഭൂമി പ്രളയത്താൽ മൂടപ്പെട്ടപ്പോൾ നൂഹ് നബി അല്ലെങ്കിൽ നോഹ പ്രവാചകൻ അദ്ദേഹം കര തേടി തൻ്റെ കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ ആകാശത്ത് 2 വെള്ളരിപ്രാവുകൾ അദ്ദേഹത്തെ സഹായിക്കാനുണ്ടായിരുന്നു കര കണ്ടെത്താൻ വേണ്ടി എന്ന്. അതുപോലെ വിഷ്ണു പുരാണം, ഇസ്ലാമിക് ഹിസ്റ്ററിയും ഒക്കെ ആയിട്ടത് ബന്ധമുണ്ട്. പ്രൊഫറ്റ് നൂഹിൻ്റെ കാലഘട്ടത്തിൽ പ്രളയമുണ്ടായത് സെയിം വിഷ്ണു പുരാണത്തിൽ മത്സ്യാവതാരവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം ഇത്തരത്തിലുള്ള ഡോവ്, ഈ വെളുത്ത പ്രാവുകൾ എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഹാർമണിയുടെയൊക്കെ എക്സാമ്പിളായിട്ട്, സിമ്പലുകളായിട്ട് സൂചിപ്പിക്കപ്പെടുന്നതാണ്. സീസ് ദ റഫേഴ്സ് പർസ്യൂട്ട് ഓഫ് പീസ്. സമാധാനത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തെയാണ് കടൽ എന്നുള്ള സിമ്പലിലൂടെ സൂചിപ്പിക്കപ്പെട്ടത്. അപ്പോൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ എത്ര പ്രയത്നിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അവയ്ക്കൊന്ന് സ്വസ്ഥമായി ഒരു മണൽത്തിട്ടയിൽ ഇരുന്ന് വിശ്രമിക്കാൻ, അല്ലെങ്കിൽ എത്ര കടലുകൾ അത് താണ്ടേണ്ടി വന്നിട്ടുണ്ടാവും. ആ കടലുകൾ എന്ന് പറയുന്നത് ആ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള പ്രയത്നമാണ്. എത്ര കടലുകളെ മറികടക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു കര തേടി ഈ പ്രാവുകൾക്ക്, സമാധാനമാവുന്ന കര തേടി ഈ പ്രാവുകൾക്ക് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ്. ഇതെല്ലാം റിട്ടോറിക് ക്വസ്റ്റ്യനുകളാണ്. നമുക്കറിയാം ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന്. അതുകൊണ്ടാണ് ഇവയെ റിട്ടോറിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലൈനിലേക്ക് കടന്നു കഴിഞ്ഞാൽ, യെസ്, ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് ദ കാനൻ ബോൾ ഫ്ലൈ ബിഫോർ ദേ ആർ ഫോർ അവർ ബാൻഡ്. യെസ്, how many times must the cannonballs fly before they are forever banned? Here poet directly reference to the war. We can see the cannonballs are popular and destructive weapons are using for the war time. Before realizing the after effect of war, so many innocent peoples were died. War did not give any peace and safety, prosperity in the world. Here, Delaney continue the theme of peace. War is not a solution for all problems. Here refer the war between North America and South America.
പോയറ്റ് ഇവിടെ ഒരു ഡയറക്റ്റ് ആയിട്ട് വാറിനെ കുറിച്ച് റെഫറൻസ് ചെയ്യുന്ന ഒരു വരിയാണിത്. നമുക്കറിയാം കാനൺ ബാൾസ് എന്ന് പറഞ്ഞാൽ പീരങ്കി ഉണ്ടകളാണ്, വെടിയുണ്ടകൾ. ഈ പീരങ്കി ഉണ്ടകൾ യുദ്ധസമയത്ത് ഉപയോഗിക്കപ്പെട്ടതാണെന്ന് അറിയാം അല്ലേ? ഒരു യുദ്ധത്തിന്റെ എഫക്റ്റ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്, ബാധിക്കുന്നത് നിഷ്കളങ്കരായ ധാരാളം മനുഷ്യരെയാണ്. ഒരുപാട് ഇന്നസെന്റ് പീപ്പിൾസ് ഈ യുദ്ധത്തിൽ മരിച്ചു പോകുന്നുണ്ട്. യുദ്ധം കൊണ്ടൊരിക്കലും സമാധാനമോ നേട്ടങ്ങളോ ഒന്നും സൃഷ്ടിക്കാൻ കഴിയില്ല. പ്ലാറ്റോ പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്, ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്ന പ്ലാറ്റോ. എല്ലാ എപ്പിക്കുകളിലും സൂചിപ്പിക്കുന്നത് യുദ്ധത്തെക്കുറിച്ചാണ്. ആ എപ്പിക്കുകളൊക്കെ ഒരു പാഠമാണ് നമുക്ക് നൽകുന്നത്. ഒരു യുദ്ധവും ഇന്നേ വരെ സമൂഹത്തിന് നന്മയോ പുരോഗതിയോ നൽകാൻ സാധിച്ചിട്ടില്ല. ഓരോ യുദ്ധത്തിന്റെ അവസാനവും നാശങ്ങളുടെയും മരണങ്ങളുടെയും കണക്കുകൾ മാത്രമേ അവശേഷിക്കുകയുള്ളൂ എന്ന്. അപ്പൊ ഇവിടെ അദ്ദേഹം പറയാം, ഡിലൈൻ തോമസ് പറയുന്നത്, വാർ ഈസ് നോട്ട് എ സൊല്യൂഷൻ ഫോർ ദ പ്രോബ്ലം. പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമല്ല യുദ്ധം. നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തെയാണ് ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് സൂചിപ്പിക്കപ്പെട്ടത്. കാനൺ ബാൾ എന്ന് പറയുന്ന ഒരു സിമ്പിളാണ് എന്തിന്റെ? വാർ. യുദ്ധത്തിന്റെ സിമ്പിളാണ് കാനൺ ബാൾ. യുദ്ധങ്ങൾ എന്നേക്കുമായി ബാൻ ചെയ്യാൻ നിരോധിക്കുകയാണ്. യുദ്ധങ്ങൾ എന്നേക്കുമായി നിരോധിക്കപ്പെടുന്നത് വരെ എത്ര പ്രാവശ്യം ഈ വെടിയുണ്ടകൾ പറന്നിട്ടുണ്ടായിരിക്കും, എത്ര പ്രാവശ്യം യുദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം നിഷ്കളങ്കരായ മനുഷ്യര് ലോകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം മരണങ്ങളും നഷ്ടങ്ങളും സംഭവിച്ചതിന് ശേഷമേ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാറുള്ളൂ, അല്ലേ? നെക്സ്റ്റ് ലൈന്, ദ ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. To maintain the world peace, the answer is still around us. The answer for all problems are just out there, just around us, for anyone who is willing to grab them. The real problem is that no one willing to grab that answers. Yes, ശരിയാണ്. ഉത്തരം സുഹൃത്തെ കാറ്റ് പറയുന്നുണ്ട്. കേട്ടില്ലേ? കാറ്റ് വീശുന്നതിലുണ്ട് ഉത്തരം എന്ന് പറഞ്ഞാൽ ആൻസർ ഈസ് നോട്ട് എനിബഡി അല്ലെങ്കിൽ എവരിബഡി. ഏതൊരാൾക്കും ഉത്തരം അറിയുന്നതാണ്. ഇതിന്റെ എല്ലാം ഉത്തരം എല്ലാവർക്കും അറിയാം. കാരണം ഈ ചോദിച്ചൊക്കെ റിട്ടോറിക് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം, അല്ലെ? ഇതിന്റെയൊക്കെ ഉത്തരങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ എവിടെയുണ്ട്? സ്റ്റിൽ അറൗണ്ട് അസ്, നമുക്ക് ചുറ്റുമുണ്ട്. നമുക്കെല്ലാവർക്കും അത് അറിയാം. പക്ഷേ നോ വൺ വില്ലിങ് ടു ഗ്രാബ് ദം. ഈ ഉത്തരങ്ങളൊന്നും കണ്ടെത്താൻ ആരും തയ്യാറല്ല. ഇതിനുള്ള പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്താൻ നമ്മൾ ആരും തയ്യാറല്ല. നമുക്കറിയാവുന്നതാണ്, പക്ഷെ നമ്മളത് ചെയ്യില്ല. ഫസ്റ്റ് സ്റ്റാൻസ ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസയിൽ അലിട്രേഷൻ കാണാം. ഹൗ മെനി റോഡ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ. മെനി, മസ്റ്റ്, മാന്, എം എന്നുള്ള സൗണ്ട്, മാ എന്നുള്ള സൗണ്ട് എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു. മെറ്റഫേഴ്സ് കാണാം. റോഡ്, സിംബലുകൾ കാണാം. മാന്, വൈറ്റ് ഡോവ്, കാനൺ ബോള്, സീസ്, ഇങ്ങനെ ധാരാളം. നേരത്തെ പറഞ്ഞു പോയറ്റിക് ഡിവൈസുകൾ കൊണ്ട് റിച്ച്നെസ്, സമ്പുഷ്ടമാണ് ഈ കവിത എന്നുള്ളത്. അപ്പൊ ഇവിടെ സിംബലുകൾ നമ്മൾ കണ്ടു, അലിട്രേഷൻ കണ്ടു, മെറ്റഫർ കണ്ടു. നെക്സ്റ്റ് സ്റ്റാൻസ. Yes, and how many years can a mountain exist before it is washed to the sea? Yes, how many years can a mountain exist before it is washed to the sea? How long can someone with pride and glory exist before it's all fade away? Through these lines, he indirectly criticized the domination of white people upon the blacks in America. That domination cannot exist long days. It must be washed out from the society. മനുഷ്യന്റെ ഈ അഹങ്കാരവും മനുഷ്യന്റെ ഈ സമ്പത്തൊക്കെ എത്ര കാലം വരെ നിലനിൽക്കും എന്നാണ് പോയറ്റ് ചോദിക്കുന്നത്. ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹം വെളുത്ത വർഗ്ഗക്കാരൻ കറുത്ത വർഗ്ഗക്കാരനോട് കാണിക്കുന്ന മേധാവിത്വത്തെക്കുറിച്ചും ഈ വരികളിൽ സൂചിപ്പിക്കുന്നുണ്ട്.
പക്ഷെ ഈ മേധാവിത്വമൊന്നും അധികകാലം നിലനിൽക്കുകയില്ല. ഇതെല്ലാം സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടും. ഇവിടെ മൗണ്ടെയിൻ എന്ന് പറയുന്ന ഒരു സിമ്പൽ യൂസ് ചെയ്തിട്ടുണ്ട്. എ സോളിഡ് സ്ട്രോങ് എന്നിട്ടുള്ള ഒരു വസ്തുതയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒന്ന്, റെപ്രസെന്റ് സംതിങ് സോളിഡ് ആൻഡ് സ്ട്രോങ്. മൗണ്ടെയിൻ ഡിനോട്ടിങ് സംതിങ് സ്ട്രോങ് ആൻഡ് സോളിഡ്, ദാറ്റ് എ സ്റ്റാറ്റസ് ഓഫ് ഹ്യൂമൻ ബീയിങ് ഇൻ ലൈഫ് ആൻഡ് ഓൾസോ ഇൻജസ്റ്റിസ് ഇൻ വൈറ്റ് അമേരിക്കൻ സൊസൈറ്റി ഡ്യൂറിങ് ദാറ്റ് ടൈം. അക്കാലത്ത് വെളുത്ത വർഗക്കാർക്ക് മേധാവിത്വമുള്ള അമേരിക്കൻ സമൂഹത്തിൽ അവരുടെ മേധാവിത്വം ഒരു വലിയ പർവ്വതത്തെ പോലെ നിലനിൽക്കപ്പെട്ടിരുന്നു. പക്ഷേ ഒരു പർവ്വതവും ഇക്കാലവും നിലനിൽക്കപ്പെടുന്നതല്ല. കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മഴയും വെയിലും കാറ്റുമേറ്റ് അത് പതുക്കെ പതുക്കെ കടലിലേക്ക് തുടച്ചു മാറ്റപ്പെടും. സോ സീസ് ഇൻഡിക്കേറ്റ് ദ വാസ്റ്റ്നെസ് ഓഫ് ലൈഫ്. ജീവിതം എന്ന് പറയുന്ന ആ വിശാലതയെയാണ് കടലിലൂടെ സൂചിപ്പിക്കപ്പെട്ടത്. രണ്ട് സിമ്പലുകളാണ്. ഒന്ന് മൗണ്ടെയിൻ എന്നാണ്. മൗണ്ടെയിൻ എന്നുള്ളത് ദ ഇൻജസ്റ്റിസ് ഇൻ അവർ സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതിയെയാണ് മൗണ്ടെയിനിലൂടെ റെപ്രസെന്റ് ചെയ്തത്. സി എന്നുള്ളത് വാസ്റ്റ്നെസ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ഈ ദൈർഘ്യത്തെ, വിശാലതയെ. ഈ ഇൻജസ്റ്റിസ് പതുക്കെ പതുക്കെ കടലിലേക്ക് തുടച്ച് മാറ്റപ്പെടും, നീക്കപ്പെടും. ലോകത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരുന്നത്, ഏറ്റവും നല്ലതെന്ന് സൂചിപ്പിക്കുന്ന എന്തും, അല്ലെങ്കിൽ ഏറ്റവും ശക്തമായിരുന്നത് ഏതും, അതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? കെയിം ടു ആൻ എൻഡ്. അതിനൊക്കെ അവസാനം സംഭവിച്ചിട്ടുണ്ട്. സോ ദ വൈറ്റ് ഡൊമിനേഷൻ ഷുഡ് ബി എൻഡ് അറ്റ് എനി ടൈം. ഈ വെളുത്ത മേധാവിത്വവും എന്ത് ചെയ്യപ്പെടണം? അവസാനിക്കപ്പെടേണ്ടതാണ്. എല്ലാ സാമ്രാജ്യങ്ങളും തകർന്നടിയപ്പെട്ടതാണ്. എല്ലാ സ്മാരകങ്ങളും മുൻപുണ്ടായിരുന്നതെല്ലാം തകർന്ന് അടിയപ്പെട്ടതാണ്. ഇന്ന് ലോകത്ത് കാണുന്ന 7 മഹാത്ഭുതങ്ങളുണ്ട്. പക്ഷെ അവയ്ക്ക് മുൻപും മഹത്തായ മഹാത്ഭുതങ്ങൾ നിലനിൽക്കപ്പെട്ടിരുന്നു. പക്ഷെ അവയ്ക്കൊക്കെ എന്ത് സംഭവിച്ചു? ആ മഹാത്ഭുതങ്ങളെല്ലാം തകർന്നടിയപ്പെട്ടു. ഇപ്പോൾ കുറച്ച് മഹാത്ഭുതങ്ങൾ നിലനിൽക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഈ സ്മാരകങ്ങളും അധികം വൈകാതെ തകർന്ന് അടിഞ്ഞു. ഈ ചക്രവർത്തിമാരും സാമ്രാജ്യ ശക്തികളും ഒക്കെ തകർന്ന് അടിഞ്ഞു പോവും. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നാണ് ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തെ വിശേഷിപ്പിച്ചിരുന്നത്. ബ്രിട്ടീഷ് കോളനികളെല്ലാം സ്വതന്ത്രമായി. ആ ഇമ്പീരിയലിസം തകർന്നു. ഫ്രഞ്ചുകാരുടെയും സ്പാനിഷ് അധിനിവേശവും ഒക്കെ അവസാനിച്ചു. നെക്സ്റ്റ് ലൈനിലേക്ക്. യെസ്, ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ സം പീപ്പിൾ എക്സിസ്റ്റ് ബിഫോർ ദേ ആർ അലൗഡ് ടു ബി ഫ്രീ? യെസ്, and how many years can some people exist before they are allowed to be free? Here our poet Bob Dylan clearly describes the idea about the ill treatment of white people upon the people in America, especially black people in America. During those days in America, Afro-Americans are being treated as a second-class citizens. So he asked, how long the black can exist to suffer all kinds of cruelty, oppression in white dominated America? ബോബ് ഡിലൻ വെളുത്ത വർഗക്കാരാൽ കറുത്ത വർഗക്കാരന് അനുഭവിക്കേണ്ടി വന്ന ദുരിതത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് വരികളിലൂടെ. ആഫ്രോ അമേരിക്കൻ വംശജരായിട്ടുള്ള, എസ്പെഷ്യലി കറുത്ത വംശജരായിട്ടുള്ള അമേരിക്കക്കാരെ അവിടെ രണ്ടാം തരം പൗരനായിട്ട് അല്ലെങ്കിൽ അടിമകളായിട്ടാണ് കണ്ടിരുന്നത്. എത്ര കാലം വെളുത്ത വർഗക്കാരൻ്റെ ഈ അധിനിവേശം, ഈ ക്രൂരതകള് സഹിച്ചുകൊണ്ട് കറുത്ത വംശജന് നിലനിൽക്കാൻ സാധിക്കും? സ്വാതന്ത്ര്യം ലഭിക്കാതെ എത്ര കാലം അടിമകളായി കഴിയാൻ സാധിക്കും? തീർച്ചയായും നമുക്കറിയാം, ഏതൊരു ജനവിഭാഗവും അധികകാലമൊന്നും അവരെ അടിച്ചമർത്താൻ സാധിക്കില്ല. അവര് വിപ്ലവത്തിൻ്റെ തീനാമ്പുകളായി ഉയർത്തെഴുന്നേറ്റ് തങ്ങളെ അടിച്ചമർത്തുന്നവർക്കെതിരെ പ്രക്ഷോഭങ്ങൾ നയിച്ച് സ്വാതന്ത്ര്യം നേടിയെടുക്കുമെന്ന് നമുക്കറിയാം. അതിനുള്ള നല്ല ഉദാഹരണമാണ് നമ്മൾ ഇന്ത്യക്കാർ വരെ. സോ ദ സം പീപ്പിൾസ് ആർ റെഫേർഡ് ടു എ ബ്ലാക്ക് അമേരിക്കൻസ്. സം പീപ്പിൾ എന്നുള്ളത് കൊണ്ട് പോയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് അമേരിക്കയിലെ കറുത്ത വംശജരെയാണ്. ദ ബ്ലാക്ക് അമേരിക്കൻസ് ഓർ ദ ഡൗൺ ട്രോഡൻ ക്ലാസസ്. സമൂഹത്തിലെ താഴെ തട്ടിലെ ചവിട്ടി മെതിക്കപ്പെട്ട വിഭാഗത്തെ
നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു പഴയ കാലത്ത് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്ന് പറയുന്ന വ്യവസ്ഥകളിലൂടെ മാറ്റി നിർത്തപ്പെട്ട ഒരു ജനവിഭാഗം അത്തരം മാറ്റി നിർത്തലുകളെ, അൺടച്ചബിലിറ്റി അല്ലെ, അത്തരം മാറ്റി നിർത്തലുകളെ പ്രക്ഷോഭങ്ങളിലൂടെ അതിജീവിക്കും. ഇപ്പൊ പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയെടുത്തു. അപ്പൊ അധിക കാലമൊന്നും ഇത്തരത്തിലുള്ള അധിനിവേശങ്ങൾ നിലനിൽക്കുകയില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. ഉത്തരം നമുക്കറിയാം. അതുകൊണ്ടാണ് ഇത് എത്ര കാലം നിലനിൽക്കും എന്നുള്ള ചോദ്യം പോയിട്ട് മുന്നോട്ട് വെക്കുന്നത്. നെക്സ്റ്റ് ലൈനില്, യെസ്, ആൻഡ് ഹൗ മെനി ടൈം ക്യാൻ മാൻ ടേൺ ഹിസ് ഹെഡ് ആൻഡ് പ്രിറ്റൻഡഡ് ദാറ്റ് ഹി ജസ്റ്റ് ഡോണ്ട് സീ. യെസ്, ഹൗ മെനി ടൈം man can turn his head and pretended that he just don't see. A man who pretended not to see the suffering around him. Here a man refers to the ruler or the government of US during that time. എത്ര കാലം മനുഷ്യർക്ക് തൻ്റെ ചുറ്റുമുള്ള സഹജീവികൾ ദുരിതം അനുഭവിക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിച്ച് ടേൺ ഹിസ് ഹെഡ്, തല തിരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും? അപ്പൊ എത്ര കാലം ഒരു മനുഷ്യന് തൻ്റെ ചുറ്റുമുള്ളവരുടെ ദുരിതം കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ചോദിക്കുന്നുണ്ട്. എ മാൻ എന്ന് ചോദിക്കുന്നു. എ മാൻ ഈസ് ദ റെഫറൻസ് ഓഫ് ദ റൂളർ ഓർ റൂളേഴ്സ് ഓർ ദ ഗവൺമെന്റ് ഡ്യൂറിങ് ദോസ് ഡേയ്സ് ഇൻ അമേരിക്ക. എ മാൻ എന്നുള്ള ഈ സ്റ്റാൻസയിലെ എ മാൻ എന്നുള്ള ഈ റെഫറൻസ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ എ മാൻ എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഭരണാധികാരികളെയാണ്. സമൂഹത്തില് മനുഷ്യരുടെ, ജനങ്ങളുടെ ദുരിതം കണ്ടില്ല എന്ന് നടിച്ച് ചെവി കൊള്ളാതെ കാണാതെ ഇരിക്കുന്ന ഭരണാധികാരികളെയാണ് ഇവിടെ എ മാൻ എന്ന് സൂചിപ്പിച്ചത്. മറ്റൊന്ന് അമേരിക്കയിലെ ഭരണകൂടത്തെയുമാണ്. ഈ ഭരണകൂടത്തിന് എത്ര കാലം ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് ഇരിക്കാൻ സാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. അക്കാലത്ത് അമേരിക്കൻ ഭരണഘടന നൽകുന്ന, പൗരന് നൽകുന്ന സ്വാതന്ത്ര്യം അവിടുത്തെ കറുത്ത വംശജരായ ജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഭരണഘടനയിൽ സൂചിപ്പിക്കുന്ന ഈ പൗരന് നൽകുന്ന ഈ സ്വാതന്ത്ര്യം അവിടുത്തെ സാധാരണക്കാരന് ലഭിക്കുന്നില്ല എന്നുള്ളത് എത്ര കാലം ഈ വസ്തുത, ഈ അനീതി സർക്കാരിന്, ഭരണാധികാരികൾ ഈ ചൂഷണത്തെ കണ്ടില്ല എന്ന് നടിച്ചു തുടരാൻ സാധിക്കും? നമുക്കറിയാം ഉത്തരം. അധിക കാലമൊന്നും ഭരണകൂടങ്ങൾ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ ജനകീയ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് വരും. അതായിരുന്നു നമ്മുടെ ഈ കവിതയുടെ ബാക്ക്ഗ്രൗണ്ടും. അമേരിക്കൻ സിവിൽ റൈറ്റ് മൂവ്മെന്റ്, അമേരിക്കയിലെ ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ് ഈ കവിത എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കാണാതിരിക്കുമ്പോൾ, ചെവി കൊള്ളാതിരിക്കുമ്പോഴാണ് ജനകീയ പ്രക്ഷോഭങ്ങൾ ഭരണകൂടത്തിനെതിരെ അവതരിപ്പിക്കപ്പെടുകയും ഭരണകൂടങ്ങൾ അവിടെ നിന്ന് താഴെ ഇറങ്ങേണ്ടി വരികയും ചെയ്യുന്നത്. The answer, my friend, is blowing in the wind. The answer is blowing in the wind. റഫ്രൈൻ വീണ്ടും അതേ വരികൾ ആവർത്തിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റാൻസയുടെ അവസാനത്തെ വരികൾ സെക്കൻഡ് സ്റ്റാൻസയിലും പോയിട്ട് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇതിനാണ് റഫ്രൈൻ എന്ന് പറയുക. ഒരേ വരികൾ ആവർത്തിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാം. ദ ആൻസർ ഈസ് ജസ്റ്റ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റുമുണ്ട് ഈ ഉത്തരങ്ങൾ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ്. പക്ഷെ നമ്മളാരും അത് കണ്ടെത്താൻ ശ്രമിക്കാൻ തയ്യാറല്ല. നെക്സ്റ്റ് സ്റ്റാൻസ. യെസ്, ആൻഡ് ഹൗ മെനി ടൈം മസ്റ്റ് എ മാൻ ലുക്ക് അപ്പ് ബിഫോർ ഹി ക്യാൻ സീ ദ സ്കൈ? Yes, and how many time must a man look up before he can see the sky? Here, through this line, the poet describes everyone should have the ability to pursue their dreams. The main intention of blacks, they want equal opportunity and freedom in white-dominated American society. ഈ വരിയിലൂടെ പോയിട്ട് സൂചിപ്പിക്കുന്നത് ഏതൊരു മനുഷ്യനും അവൻ്റെ സ്വാതന്ത്ര്യത്തെ പിന്തുടരാനുള്ള, അവൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള കഴിവുകളുണ്ട്. അവരുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കാനും പിന്തുടരാനുമുള്ള കഴിവുകളുണ്ട്. ഇവിടെ കറുത്ത വംശജനായ
ജനവിഭാഗത്തിന് വെളുത്ത വർഗക്കാരൻ്റെ ഈ അടിമത്വവും മേധാവിത്വത്തെ അതിനെ എതിരിടാനും അവരുടെ സ്വാതന്ത്ര്യങ്ങൾ നേടിയെടുക്കാനുമുള്ള കഴിവുകളുണ്ട്. അവരത് ഉപയോഗിക്കും. അതുകൊണ്ടാണ് പോയിട്ട് ഇവിടെ സ്കൈ എന്നുള്ള ഒരു സിമ്പൽ ഉപയോഗിച്ചത്. വീണ്ടും ഒരു സിമ്പൽ വരികയാണ്, സ്കൈ. സ്കൈ എന്താ ഡിനോട്ട് ചെയ്യുന്നത്? അൺലിമിറ്റഡ് ഫ്രീഡം ആൻഡ് ഓപ്പർച്യൂണിറ്റി. സ്വാതന്ത്ര്യം ആകാശത്തോളം പോലെയാണ്, ആകാശത്തോളമാണ് സ്വാതന്ത്ര്യം എന്നാണ്. അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ് സന്തോഷവും സ്വാതന്ത്ര്യവും ഒക്കെ, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് സ്കൈ അൺലിമിറ്റഡ് ആണ്. അവസരങ്ങളുടെ അനന്തത, സ്വാതന്ത്ര്യത്തിന്റെ അനന്തത എന്ന് പറയുന്നത് അത് സ്കൈയിലൂടെ മാത്രമേ സൂചിപ്പിക്കാൻ കഴിയൂ. കാരണം ആകാശവും അളക്കാൻ സാധിക്കാറില്ല. അനന്തമായി കിടക്കുന്ന ഈ സ്വാതന്ത്ര്യവും അവസരങ്ങളും നേടിയെടുക്കണമെങ്കിൽ മനുഷ്യൻ പരിശ്രമിക്കുക തന്നെ വേണം. പരിശ്രമിച്ചാലേ നമുക്കത് നേടിയെടുക്കാൻ കഴിയൂ. അത് നേടിയെടുക്കാൻ മനുഷ്യൻ പരിശ്രമിക്കും. അതിനുള്ള കഴിവാർക്കുണ്ട്? ഈ മനുഷ്യർക്കുണ്ട്, ഇല്ലേ? യെസ്. ആൻഡ് ഹൗ മെനി years must one man have before he can hear people cry? Yes, how many years must one man have before he can hear people cry? Here the poet is aiming at US foreign policies during those days, especially the Cold War, and what ultimately become US involvement in the Vietnam War. The cries of war and the cries of freedom are left unheard by the oppressors, means the white people. But one day they get a solution for all these problems. ജനങ്ങളുടെ ഈ അടിച്ചമർത്തപ്പെടുന്ന ദുരിതമനുഭവിക്കുന്ന യുദ്ധത്തിലകപ്പെട്ടാലും അവരുമായിരിക്കാം, അതുപോലെ വെളുത്ത വർഗക്കാരൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന കറുത്തവൻ്റെ ദുരിതമുണ്ടല്ലോ, അവരുടെയും കരച്ചിൽ. ഈ കരച്ചിലുകളൊക്കെ കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എത്രത്തോളം ചെവികൾ ഉണ്ടായിരുന്നു? ഒരുപാട് ചെവികൾ ഉണ്ടായിട്ട് കാര്യമില്ല. അത് ഉപയോഗിക്കപ്പെടുമ്പോഴാണ് അത് ചെവിയായി മാറുകയുള്ളൂ. സമൂഹത്തിൽ ഈ ദുരിതം അനുഭവിക്കുന്നവൻ്റെ പരാതി, അവൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്തുള്ളൂ? ചെവികൾ ഉണ്ടാവുകയുള്ളൂ. ഇൻഡയറക്റ്റ് ആയിട്ട് ഇവിടെ അമേരിക്കയുടെ വിദേശ നയങ്ങൾ, അതുപോലെ വിയറ്റ്നാം വാറിൽ അമേരിക്കയുടെ ഇടപെടലുകൾ എല്ലാം പോയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളികൾ, യുദ്ധത്തിനെതിരെയുള്ള മുറവിളികൾ, ഇതൊക്കെ ഈ വെളുത്ത വർഗക്കാരൻ കേൾക്കാതെ പോവുകയാണ്. എത്ര കാലം ഇത് ചെവിക്കൊള്ളാതെ കേൾക്കാതെ പോവാൻ നിങ്ങൾക്ക് സാധിക്കും? ഒരു ദിവസം ഇതിനെല്ലാമുള്ള മറുപടി, ഇതിനെല്ലാമുള്ള പരിഹാരം കാണുന്നതാണ്. യെസ്. ആൻഡ് ഹൗ മെനി ഡെത്ത് വിൽ ഇറ്റ് ടേക്ക് till he knows that too many people have died? Yes, and how many deaths will it take till he knows that too many people have died? During the Vietnam War, more and more troops were repeatedly sent to the promise that the war end soon, but it seemed never ceases. Here the singer gives a possible reference. Henry S. Truman was the 33rd president of America, was forced to drop nuclear bombs on Japan. He thought if they drops a bomb, they would kill innocent Japanese people, but save countless American soldiers. ഒരുപാട് പേര് യുദ്ധത്തിൽ കൊല്ലപ്പെടും എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് എത്ര പേര് ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്നാണ്. വിയറ്റ്നാം വാറിനെ പശ്ചാത്തലമാക്കി ഇവിടെ അദ്ദേഹം പറയുകയാണ്, ഒരു യുദ്ധം അവസാനിപ്പിക്കാമെന്ന് ആവർത്തിച്ച് അമേരിക്ക വാഗ്ദാനങ്ങൾ നൽകി, പ്രോമിസ് നൽകിയെങ്കിലും വീണ്ടും വീണ്ടും പട്ടാളക്കാരെ അയക്കുകയാണ് ചെയ്തത്. ആ യുദ്ധം അവസാനിക്കാതിരിക്കുകയാണ് ചെയ്തത്. അഫ്ഗാനിസ്ഥാനിലെ അധിനിവേശം അതിന് ഉദാഹരണമാണ്. ആധുനിക കാലഘട്ടത്തിൽ താലിബാനെതിരെയും ഒസാമ ബിൻ ലാദനെതിരെയൊക്കെ വേണ്ടിയിട്ട് അവർ നടത്തിയ മുന്നേറ്റങ്ങൾ ഇന്നും അവസാനിക്കാതെ നിൽക്കുകയാണ്. അവിടുന്ന് തിരിച്ചു പോരാൻ കഴിയാതെ ഇന്നും പട്ടാളക്കാർ അവശേഷിക്കുകയാണ്.
10-15 വർഷമായി ഇപ്പോഴും എന്ത് ചെയ്യാണ്? പട്ടാളക്കാർക്ക് അവിടെ തുടരേണ്ടി വരികയാണ്. യുദ്ധം ഒരിക്കലും അവസാനിക്കപ്പെടുന്നില്ല. മറ്റൊരു വസ്തുത, ഹാരി എസ് ട്രൂമാൻ, അമേരിക്കയുടെ 33ാമത്തെ പ്രസിഡന്റ് ആയിരുന്ന ഹാരി എസ് ട്രൂമാൻ, അദ്ദേഹമാണ് ജപ്പാനിൽ ബോംബ് വർഷിക്കാൻ അനുമതി കൊടുത്തത്, നാഗസാക്കിയും ഹിരോഷിമയും. അദ്ദേഹം കരുതിയത് ജപ്പാനിലെ ഈ ഇന്നസെൻ്റായ മനുഷ്യരെ കൊല്ലുന്നതോടുകൂടി, ഈ ബോംബ് വീണ് അവരൊക്കെ മരിക്കുന്നതോടുകൂടി കുറെ അമേരിക്കക്കാർ രക്ഷപ്പെടുമെന്നാണ്. മനുഷ്യർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യുക? യുദ്ധത്തിൽ മനുഷ്യർ മരണമടയും എന്ന് തിരിച്ചറിയുക. അത് സ്വന്തം നാട്ടുകാരോ മറ്റുള്ളവരോ എന്നല്ല, ശത്രുവും മിത്രവും യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഇരു കൂട്ടർക്കും ഒരേപോലെ മരണമുണ്ടായിരിക്കും, വലിയ നഷ്ടങ്ങളും ഉണ്ടായിരിക്കും. The last line, the answer my friend is blowing in the wind. The answer is blowing in the wind. The end of the song, the refrain has taken a new meaning. It's no longer, it's ethereal. It is a challenge. കവിത ഇവിടെ റഫ്രൈൻ കൊണ്ട് അവസാനിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതിൻ്റെ ഉത്തരം നമുക്ക് ചുറ്റുമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ നമ്മളാരും അത് തിരിച്ചറിയാൻ സമയമെടുക്കുന്നില്ല, തിരിച്ചറിയാൻ പരിശ്രമിക്കുന്നില്ല. ഈ കവിതയിലുടനീളം ചോദ്യങ്ങളായിരുന്നു. ഒരിടത്തും അതിനുള്ള ഉത്തരങ്ങൾ പോയിട്ട് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ഉത്തരം പറയുന്നില്ല പോയിട്ട്? ബിക്കോസ് വി നോ ദാറ്റ്. കാരണം ഉത്തരം നമുക്കറിയാവുന്നതാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഉത്തരങ്ങളാണ്. കാറ്റു പറയുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ചെവികളിലും അതിൻ്റെ ഉത്തരങ്ങൾ എത്തുന്നുണ്ട്. കാറ്റു പറയുക എന്നാൽ ഇതിൻ്റെ ഉത്തരം നമുക്ക് ചുറ്റുമുണ്ട്, ഇതിൻ്റെ പരിഹാരങ്ങളും നമുക്കറിയാവുന്നതാണ്. ഈ കവിത അവസാനിക്കുന്നത് അമേരിക്കൻ സിവിൽ റൈറ്റ് മൂവ്മെന്റ് അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നതിലൂടെയാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് അമേരിക്കയിലെ പൗരാവകാശ പ്രക്ഷോഭം. ആ സിവിൽ റൈറ്റ് മൂവ്മെന്റിലൂടെയാണ് അടിച്ചമർത്തപ്പെട്ട കറുത്ത വംശജർക്ക് അവരുടെ ഭരണഘടന നിർദ്ദേശിക്കുന്ന അവകാശങ്ങൾ, സ്വാതന്ത്ര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരവൊക്കെ നമുക്ക് തന്നെ അറിയാം. നമ്മൾ അതിനായി തയ്യാറാവുക ഒരു പോരാട്ടത്തിനായി എന്നതുകൂടിയാണ് അദ്ദേഹം ഈ കവിതയിലൂടെ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ പാഠഭാഗം ഇഷ്ടപ്പെട്ടു, അതുപോലെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കോംപ്രിഹെൻസീവ് വർക്കുകളുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ലെസണിൽ കാണാം. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് പങ്കുവയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും അടുത്ത വീഡിയോ ലെസണിൽ കണ്ടുമുട്ടും വരെ ഗുഡ് ബൈ.